ഞാനിപ്പോൾ ഉള്ളത് ഓൺഷോണ്ടർ പ്രസൻസ് ഓണം ഫേസ് ഓഫ് എന്ന് പറഞ്ഞ ഇവൻറ്റിലാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു പഴയ കോളേജ് വൈബൊക്കെയാണ് എനിക്ക് അടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കോളേജ് കഴിഞ്ഞിട്ട് ഈ ഒരു ഓണം സെലിബ്രേഷൻ ഒന്നും അധികം നടന്നിട്ടില്ലായിരുന്നു. അപ്പം ഇന്നത്തെ ഇവൻറ്റ് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഇന്നിപ്പം കുറേയധികം ഗെയിംസ് ഉണ്ട്, സദ്യ ഉണ്ട്, അങ്ങനെ കുറേ ഇവൻറ്റ്സ് ഉണ്ട്. കുറേയധികം ആൾക്കാരെയും പുതുതായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ക്യാമറയിലൂടെ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഫോണിലൂടെ മാത്രം കണ്ടിട്ടുള്ള കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. സോ സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദിസ് ഡേ. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഓൺഷോണ്ടർ പ്രസൻസ് ഓണം ഫേസ് ഓഫ്. ഓൺഷാണ്ടറിന്റെ ഒരു 4 ഫ്രേഗ്രൻസുകൾ ഇവിടെയുണ്ട്. നമ്മൾ 4 ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഏതാണെന്നാ ഈ തവണത്തെ ഓണം ഫ്രേഗ്രൻസ്? ബേസിക്കലി നമുക്ക് 4 ടീമുകളാണ് ഉള്ളത്. അല്യൂറിംഗ്, റൊമാൻറ്റിക്, ചാമിങ് ആൻഡ് ഗോർജിയസ്. സോ ഇന്നത്തെ ഇവന്റിന് നമ്മൾ ഒരുപാട് ഗെയിംസും ഫൺ ഗെയിംസും സെഷൻസും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഡൗട്ട് ഉണ്ട്, എന്തിനാണ് ഈ ഫൺ ഗെയിംസ്? അതെ, ആക്ച്വലി നമ്മുടെ ഓൺഷാണ്ടർ ഇസ് ലുക്കിംഗ് ഫോർ ദി ഓണം ഫ്രാഗ്രൻസ്. സിത്താര ചേച്ചി നമ്മുടെ ഈ ഗെയിംസിനെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ 2 പേരും അല്ലാതെ നമുക്ക് ഒരാളുടെ ഹെൽപ്പും കൂടെ വേണം. സോ അതിന് വേണ്ടിയിട്ട് അഹാന, can you please join us? ഓക്കെ, അപ്പൊ ഓൺഷാണ്ടർ ഇവിടെ 4 ഫ്രേഗ്രൻസിൽ നല്ല സുന്ദരി മണികളായിട്ടുള്ള 4 ടീമായിട്ട് തിരിച്ച് ഇവിടെ ഉണ്ട്. അതിന് മുമ്പായിട്ട് ഏതാണ് അഹാനയുടെ ഫേവറേറ്റ്? എൻ്റെ ഫേവറേറ്റ് ബേസിക്കലി കുറച്ച് ഡിഫിക്കൽട്ടാണ് ചൂസ് ചെയ്യാൻ. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് ഓൺഷോണ്ടർ. അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 പിക്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ പിക്ക് പറഞ്ഞിട്ട് ഞാൻ അതിനെ ഒന്നിനെ ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് നിർത്തുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഐ തിങ്ക് വി ഷുഡ് സേവ് ഇറ്റ് ഫോർ ദി എൻഡ്. മേ ബി അവസാനം നമ്മൾ ഈ ഗെയിംസ് ഒക്കെ കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓണം ഫ്രേഗ്രൻസ് പിക്ക് ചെയ്യുമല്ലോ, അപ്പം ഐ ലെറ്റ് യു നോ ഇഫ് ദാറ്റ് സിങ്സ് വിത്ത് മൈ പേഴ്സണൽ ഫേവറേറ്റ്. അപ്പോൾ എനിക്ക് നമ്മുടെ ഗെയിംസിലേക്ക് പോകുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഓരോ ടീംമേറ്റ്സും എല്ലാവരും ഭയങ്കര മറ്റേ ടീമിൻ്റെ ജോഷിൽ നിൽക്കുവാണല്ലോ. ഐ റിയലി വോണ്ട് ടു ആസ്ക് ഈച്ച് ഓഫ് ദെം അവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ ഫ്രേഗ്രൻസ് ഇത്ര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ഗൈസ് ഫൈൻഡ് so beautiful and special about your fragrance? ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ടീമിൽ നിന്ന് വിൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രേഗ്രൻസിനെ സ്പെഷ്യൽ ആക്കുന്നത് എന്താണ്? ഞങ്ങളുടെ ഫ്രേഗ്രൻസ് അല്യൂറിംഗ്, ആ പേരിൽ തന്നെ ഉണ്ട്, ഭയങ്കര യുണീക്കാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ടീം ഭയങ്കര പവർഫുൾ ആണ്. ഏറ്റവും ഇവിടുത്തേക്കാളും എല്ലാവരെക്കാളും എനർജറ്റിക്. നമ്മൾ ഇത്രയും കോൺഫിഡൻസ് ഉള്ള 3 കുട്ടികളെ നിങ്ങൾ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ടീമിലേക്ക് തന്നെ ഇട്ടു? ടീം റൊമാൻറ്റിക്. Because I think anybody can be alluring, charming or gorgeous, but what is life without a little bit of romance? All right. Take my heart. Papa, nice. കൊള്ളാം. നിങ്ങൾക്ക് ഇതിനെ വെല്ലുന്ന ഒരു മറുപടിയാണോ വേണ്ടത് എന്ന്? ടീം ചാമിങ്. നമ്മൾ എത്ര ഒരുങ്ങിയാലും ലാസ്റ്റ് ചാമിങ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ആൻഡ് നമ്മുടെ കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. യെല്ലോക്ക് ഓണം വേണം. ഓണം ഇല്ലെങ്കിൽ യെല്ലോ ഇല്ല, യെല്ലോ ഇല്ലെങ്കിൽ ഓണം ഇല്ല. ഓക്കെ, യെല്ലോ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് കളർ ഫോർ ഓണം. അപ്പോൾ അതുകൊണ്ട് യെസ്. ഓൾ റൈറ്റ്, ഇനി നെക്സ്റ്റ് ടീം ഗോർജിയസ്. അവിടെ ഞാൻ നോക്കിയപ്പോഴ് ടീം ഗോർജിയസ് നിന്ന് ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഞാൻ നോക്കിയപ്പോൾ മൈക്കൊക്കെ മാറ്റിയിട്ട് നീ പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല, പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, പറഞ്ഞു. എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഫ്രാഗ്രൻസ് ഗോർജിയസ് ആണ്. അപ്പം ഓൺഷാണ്ടറിനെ കുറിച്ച് ആദ്യം എനിക്ക് ഓർമ്മ വരുന്ന കാര്യം എന്താണെന്ന് അറിയാം, ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് എൻ്റെ പപ്പ പുറത്ത് എബ്രോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓൺഷാണ്ടറിൻ്റെ ഈ പൗഡർ, ഫേസ് പൗഡർ കൊണ്ടുവരും. അതിലെൻ്റെ ഫേവറേറ്റ് ഓഫ് കോഴ്സ് ഗോർജിയസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പിന്നെയാണെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഗെയിം, നമ്മുടെ ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് ആർപ്പോ. അപ്പോൾ അഹാന, നമ്മുടെ ഫസ്റ്റ് ഗെയിം സെഷനിലേക്ക് നമ്മൾ കിടക്കാണ്. പക്ഷേ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വെറുതെ അങ്ങോട്ട് ഗെയിമിലേക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അതിന് മുന്നേ നമുക്കൊരു പ്രീ ടെസ്റ്റ് വേണം. വി ആർ ഗോയിങ് ഫോർ എ പിരമിഡ് ഗെയിം. 15 കപ്സ് ഉണ്ടായിരിക്കും ഇതില്. അപ്പൊ നമ്മളൊരു പിരമിഡ് ഉണ്ടാക്കുക. ഇതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് വീണ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതിന് മേലെ വെച്ച് തുടങ്ങാവുന്നതാണ്. അവസാനം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടായിരിക്കുമല്ലോ, അവര് ആ ഒരു ബസർ ഗെയിമിൽ നിന്നും പുറത്താവും. സോ ഇങ്ങനെ വെച്ചാൽ മാത്രം പോരാ, ഇത് ഇങ്ങനെ താഴേക്ക് ഇറക്കുകയും വേണം. റെഡി, ഓൾ സെറ്റ്? ഓക്കെ, 1 2 3 and go. ചിയറിംഗ് പോരാട്ടോ, ചിയറിംഗ് പോരാ, ബാക്കിൽ ചിയറിംഗ് പോരാ. Okay, Meenu done. Yes, Meenu first. Team Gorgeous done.
ഭക്ഷണം കഴിച്ചില്ലായിരുന്നു രാവിലെ. ഓക്കേ, 3 ടീംസ് ആണ് ഇപ്പൊ സെലക്ടഡ് ആയിട്ടുള്ളത്. ടീം അല്യൂറിംഗ്, ടീം റൊമാൻറ്റിക് ആൻഡ് ടീം ഗോർജിയസ്. അപ്പൊ ഇനി ഈ 3 ടീംസ് തമ്മിലാണ് നമ്മുടെ ബസർ കോൺടെസ്റ്റിലേക്ക് പോരാടാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ആൻസർ അറിയാമെങ്കിൽ അപ്പൊ തന്നെ ബസർ അമർത്തിയിട്ട് ആർപ്പോ എന്ന് പറഞ്ഞിട്ട് ബസർ അമർത്തുക. അപ്പൊ തന്നെ ആൻസർ പറയാം. ആർ യു ഗൈസ് റെഡി ഫോർ ദ ക്വസ്റ്റ്യൻ? അപ്പൊ ഞാൻ 2 ഫ്രേഗ്രൻസിന്റെ ടൈറ്റിൽ പറയും. ഈ 2 ടൈറ്റിലും ഒളിച്ചിരിക്കുന്ന ഈയിടെ മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുടെ പേരാണ് നിങ്ങൾ ചിന്തിച്ച് പറയേണ്ടത്. റൊമാൻറ്റിക്, ചാമിങ്. സോ ഇറ്റ്സ് അല്യൂറിംഗ്. ആൻസർ മൈക്കിലൂടെ പറയൂ. രോമാഞ്ചം. സോ 5 points for team അല്യൂറിംഗ്. സോ അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെ ഈസി ആയിട്ട് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് ജയിച്ച ആ ഒരു 3 ടീമിനെ കൊണ്ട് ഒരു ഗെയിമും കൂടി ആയാലോ? ഒരു ഗെയിം ആവാം, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. പാവം ചാർമിങ് അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുകയല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ്സ് ഗിവ് ദം വൺ മോർ ചാൻസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ആരൊക്കെയാണ് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ ഒരു ഗെയിമിൽ നമുക്ക് ചാർമിങ്ങിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്താലോ? അതെ, ഓണമൊക്കെ അല്ലേ? അവരെ കൂടെ ഒക്കെ കൂട്ടാം. So it's all about happiness and enchanter. So അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോവാം. ഫ്ലിപ്പിംഗ് ദ ബോട്ടിൽ, അതാണ് സംഭവം. ഓർത്തിരിക്കണ കഴിഞ്ഞ പ്രാവശ്യം പോലെയല്ല 2 പേർക്കാണ് പോകാൻ പറ്റുള്ളൂ. കഴിഞ്ഞ തവണ 3 പേർക്കായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് എന്റെ മനസ്സ് അലിഞ്ഞാലും കാര്യമില്ല. 1 2 3 ഗോ. Team Charming. Okay, Team Romantic and Team Charming. രണ്ട് ടീം ഫസ്റ്റ് What a comeback. സോ ഒരു തകർപ്പൻ കംബാക്കോട് കൂടി നമ്മുടെ ടീം ചാമിങ് ഇനി അടുത്ത ബസർ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. So here's the question. നിങ്ങളുടെ അതാത് ടൈറ്റിലിലെ ഓരോ ആൽഫബറ്റിലെ ഒരു മെയിൽ ആക്ടറിൻ്റെയോ ഫീമെയിൽ ആക്ടറിൻ്റെയോ പേര് നിരത്തി പറയണം. അപ്പൊ ടീം റൊമാൻറ്റിക് ആണ് പറയേണ്ടത്. ഓരോ ലെറ്റർ വെച്ച് ഓരോന്നാണോ പറയുന്നത്? ഓരോ ലെറ്ററിനും ഓരോരുത്തരുടെ പേര്. ഓക്കെ, ആർ വെച്ച് രൺബീർ കപൂർ, ഒ വെച്ച് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സർ, പിന്നെ എം വെച്ച് മണിക്കുട്ടൻ, എ വെച്ച് അനുഷ്ക ശർമ്മ, എൻ വെച്ച് നിവിൻ പോളി, ടി വെച്ച് ടൊവിനോ തോമസ്, ഐ വെച്ച് ഈഷ ശർവാണി, സി വെച്ച് സപ്പോസ് ഒരു ഗ്യാപ്പ് വന്നാൽ നിങ്ങൾക്ക് ബസർ അടിക്കാം. ക്രിസ് ഹെംസ്വർത്ത്. പറഞ്ഞു. ആസ് ഓഫ് നൗ ക്വാളിഫൈഡ് ആയിട്ടുള്ള 2 ടീമുകളാണ് നമ്മൾക്കുള്ളത്, ചാമിങ് ആൻഡ് റൊമാൻറ്റിക്. അവർ ഓൾറെഡി റൊമാൻറ്റിക് 5 പോയിന്റ്സ് നേടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആക്ടിവിറ്റി ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതാണ് ചോദ്യം. ഈ 4 ടൈറ്റിൽസിലും, അതായത് അല്യൂറിംഗ്, റൊമാൻറ്റിക്, ചാമിങ്, ഗോർജിയസ്, ഈ 4 ടൈറ്റിലുള്ള ആൽഫബറ്റ്സിൽ കോമൺ ആയിട്ടുള്ള ഒരേ ഒരു ആൽഫബറ്റ് മാത്രമേ ഉള്ളൂ. ആ അക്ഷരം വെച്ച് തുടങ്ങുന്ന 3 പാട്ടുകൾ പാടണം. ഏത് ഭാഷയിലെ പാട്ട് വേണമെങ്കിലും. ഓക്കെ, ഇവരാണ് ഫസ്റ്റ് പറഞ്ഞോ. എനിക്ക് ഇവിടെ കേൾക്കായിരുന്നു. ഇവർ തന്നെയാണ് പബ്ലിക് ഒപ്പീനിയൻ. ടീം ചാമിങ്. ചാർമിങ് ഏതാണ് ലെറ്റർ? ഇല്ല, യു ഗൈസ് Wrong. ഏതാണ് ആൽഫബറ്റ്? അവരെന്താ പറഞ്ഞതെന്ന് പറയില്ല. അല്ല, അതാണ് അവരും പറഞ്ഞത്. she said R. What? The common letter in all amongst all the 4 titles. അപ്പൊ പാട്ട് കച്ചേരി തുടങ്ങിക്കോളൂ. അടുത്ത പാട്ട്. പാടി പക്ഷിക്കൂട്ടം ചേക്കേറാം കൂട്ടിൽ നിന്നും പറന്നിരുന്നേ ചുറ്റിക്കറങ്ങിരുന്നേ. സൂപ്പർ. അടുത്ത പാട്ട്. രാത്തിങ്കൾ പൂത്താലി ചാത്തി നക്ഷത്ര ദീപം നീട്ടി. താങ്ക് യു. അടിപൊളി. ഓക്കെ, സോ ടീം റൊമാൻറ്റിക് ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് 5 പോയിന്റ്സ്. എനിക്ക് ഐ വുഡ് റിയലി ലൈക്ക് ടു നോ സംതിങ്. അതായത് നമ്മൾ കുറേ നേരമായിട്ട് ഓൺഷോട്ടറിൻ്റെ ഈ 4 ഫ്രേഗ്രൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഓണത്തിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള പല എസെൻഷ്യൽ പ്രോഡക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ റേഞ്ചിൽ നിന്ന് ഒന്ന്, ഇഫ് യു ഹാഡ് ടു റെക്കമെൻഡ് എ പ്രോഡക്റ്റ്, ഏതായിരിക്കും ആൻ എസെൻഷ്യൽ? അല്യൂറിംഗ് അല്യൂറിംഗ് പോക്കറ്റ് പെർഫ്യൂം. പോക്കറ്റ് പെർഫ്യൂം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം ഞാൻ ഓണം ഇതായതുകൊണ്ട് ഞാൻ പറയാം ഇപ്പം നമ്മൾ ഓണപ്പരിപാടിക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ പലതും ഉണ്ടാവും, വടം വലി, ബഹളം, അടിപൊളി. അപ്പം നമുക്ക് സുഖമായിട്ട് പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ പറ്റിയ, ക്യാരി ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. അതുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നത്തില്ല. സോ റൊമാൻറ്റിക്, നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ഫ്രം യുവർ റേഞ്ച് ആയിരിക്കും നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യുക? We would recommend the romantic lotion. Okay, not get ready with me, let's do get unready with me. After a long day of Onam celebrations, you've eaten your sadhya, you're tired, you've worked around a lot. You want to go for a nice hot shower. So you switch on the AC in your room, you go for the shower, you come out, you've changed your sheets too. You put on some nice romantic perfume, you snuggle in your quilt, you're smelling good, everything is great. I love that feeling. So that is what I would recommend. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ അല്ല, പക്ഷെ അതിന്റെ നേരെ അൺറെഡി വിത്ത് മീ, നല്ല സുഖം ഉണ്ടായിരുന്നു അത് കേക്ക്. ആ കേക്ക് നല്ല സുഖം. നമുക്ക് ആ ഒരു ഫീൽ തന്നെ കിട്ടി. എന്തായാലും ഒന്ന് കുളിച്ച് ഒന്ന് കട്ടിലിന്റെ അവിടെ കിടന്നൊന്ന് എണീറ്റ് ഒരു സുഖം കിട്ടിയില്ലേ, ആ ഒരു സുഖം. അതാണ് റൊമാൻറ്റിക്. നമ്മൾ ഫുൾ ആയിട്ട് ആ ഫീലിംഗ് അങ്ങോട്ട് തരും. ഫീലിംഗ് അങ്ങനെ തരും. പഫ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നമുക്കൊരു അതെ സുഖം. ഓക്കെ, ചാമിങ്, നിങ്ങൾ ഏത് പ്രോഡക്റ്റിനെയാണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക ഫ്രം യോർ റേഞ്ച്? സോ ചാമിങ്ങിൻ്റെ റോൾ ഓൺ ആണ് ഞങ്ങളുടെ ഫേവറേറ്റ്, ബിക്കോസ് ഓണം പ്രോഗ്രാംസ് അത് തന്നെ. അപ്പോൾ ഞങ്ങളൊക്കെ മെജോറിറ്റി ഇന്ന് ബാഗില്ലാണ്ടാണ് വന്നത്. അപ്പോൾ പോക്കറ്റ് പെർഫ്യൂം ചിലപ്പോൾ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. റോൾ ഓൺ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം റോൾ ഓൺ ചെയ്താൽ മതി ആൻഡ് ഫുൾ ഡേ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. സോ ആർ പിക്ക് ഇസ് റോൾ ഓൺ. ഓക്കെ, പെർഫെക്റ്റ്, ഐ ലൈക്ക് ദാറ്റ് പിക്ക്. ഗോർജിയസ്. നമ്മുടെ പിക്ക് ടാൽക് പൗഡറാണ്. മേക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ പരിപാടിക്ക് അല്ലേ. അപ്പം ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് അടിച്ചു പൊളിച്ച് വരുമ്പം മേക്കപ്പ് ഒന്ന് ടച്ചപ്പ് ചെയ്യാനായിട്ട് ടാൽക് പൗഡർ വളരെ ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ അവർ പിക്ക് വിൽ ബി ടാൽക് പൗഡർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 4 പിക്സ് കിട്ടി. ഞാൻ ആക്ച്വലി ഇത് വളരെ ഒരു സംസാരം, ഒരു കോൺവെർസേഷണൽ ആയിട്ടാണ് ഞാനിത് ചോദിച്ചു തുടങ്ങിയത്. പക്ഷേ ഇത്രയും അടിപൊളിയും ഇൻട്രസ്റ്റിങ്ങും വെറൈറ്റി ആയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് നമുക്കൊരു വിന്നറിനെ പോലെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പോയിന്റ് കൊടുത്താലോ? വോട്ട് യു തിങ്ക്? ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഉത്തരങ്ങൾ വാസ് റൊമാൻറ്റിക് ആൻഡ് ചാമിങ്. സോ നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് പ്രോക്കളം. സോ ബേസിക്കലി പ്രോക്കളം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഈ പണ്ടൊക്കെ ഈ ബുക്കിന്റെ ബാക്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരയ്ക്കാറില്ലേ, SOS എന്നൊക്കെ പറയില്ല, SOS, XOX എന്നൊക്കെ പറയും. ടിക്-ടാക്-ടോ. അത് തന്നെ, സെയിം സാധനം തന്നെയാണ്. സോ ബേസിക്കലി നമ്മൾ ഇവിടെ ഒരു റാക്ക് പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 2 ടീമായിട്ടായിരിക്കും നമ്മൾ കോമ്പീറ്റ് ചെയ്യുക. ഇത് ഫസ്റ്റ് ടീമിന്റെ ആൻഡ് ഇത് സെക്കൻഡ് ടീമിന്റെ. സോ നിങ്ങൾ ആ ഡയഗണലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി വെർട്ടിക്കലി സംഭവം ഐഡന്റിക്കൽ ആയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് അറേഞ്ച് ചെയ്യുക. അങ്ങനെ സംഭവം കറക്റ്റ് അറേഞ്ച് ചെയ്ത് വരുന്ന യു ഗെറ്റ് ദി ഐഡിയ. മനസ്സിലായോ അല്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ട് ഏത് ടീമാണോ ആദ്യം അത് അറേഞ്ച് ചെയ്യുന്നത് അവർക്കായിരിക്കും പോയിന്റ്സ് ലഭിക്കാനായിട്ട് പോവുക. ആൻഡ് ആദ്യം തന്നെ വരാൻ പോകുന്നത് നമ്മൾ ആ ഒരു ഫ്രേഗ്രൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് അല്യൂറിംഗ് ആൻഡ് ചാമിങ്. അപ്പൊ 1 2 3 ഗോ. ക്വിക്ക് ഫാസ്റ്റ്. ഷെയറിംഗ് കുറവാണ്, ഒരു ഉഷാറില്ല. ടീം അല്യൂറിംഗ് ആണ് ഈ ഒരു റൗണ്ടിൽ വിൻ ചെയ്തിരിക്കുന്നത്. സോ എത്ര പോയിന്റ്സ് ആണ് കൊടുക്കേണ്ടത്? നമുക്ക് അവർക്ക് 2 പോയിന്റ്സ് കൊടുക്കാം. ഓക്കെ, 2 പോയിന്റ്സ് കൊടുക്കാം. ഓൾറൈറ്റ്, ഇനി അടുത്ത റൗണ്ടിലേക്ക് വരുന്നവരാണ് നമ്മുടെ ടീം റൊമാൻറ്റിക് ആൻഡ് ടീം ഗോർജിയസ്. ഓക്കെ, അപ്പം 1 2 3 സ്റ്റാർട്ട്. 50 സെക്കൻഡ്സ് ആണുള്ളത്. എത്രയും പെട്ടെന്ന് ഫാസ്റ്റ്. Oh no. cheer കൊടുക്കണം. സോ ലൂസേഴ്സ് ഫൈനലാണ് നമ്മൾ ഇനി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. റെഡി? 1 2 3 ഗോ. ശില്പജി വേണ്ട ചാമിങ്ങായിട്ട് കളിക്കണ്ട. 5 4 3 ജയിച്ചോ? That was very quick. ടീം ചാമിങ്, ഋഷിക ചേച്ചി ഫ്രം ടീം ചാമിങ് ആണ് ഇപ്പോ റാക്കിൽ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റെഡി? ഓക്കെ, 1 2 3 ഗോ. ജയിച്ചു. സോ ഗോർജിയസിന് 10 മാർക്സ് കിട്ടിയിട്ട് ഇപ്പൊ 12 പോയിന്റ്സിൽ ഇപ്പൊ വന്നിരിക്കുകയാണ് ടോട്ടൽ. സോ
നമ്മുടെ ലാസ്റ്റ് ഗെയിം എന്ന് പറയുന്നതാണ് ഉറി ഹണ്ട്. നമുക്കിവിടെ ഫ്രണ്ടില് 4 ഉറികൾ തൂക്കിയിട്ടിട്ടുണ്ട്. ബിക്കോസ് ഓഫ് കോഴ്സ് ഓണം ആവുമ്പോൾ നമുക്ക് പിന്നെ ഉറിയടി ഇല്ലാണ്ട് പറ്റുമോ അല്ലേ? ഓരോ ടീമിൽ നിന്നും ഓരോരുത്തർ വരിക, ഉറി അടിക്കുക, അതിൽ നിന്ന് ലഭിക്കുന്ന ഓൺ ഷോൾഡറിന്റെ ആ ഒരു കാർഡ് എടുത്ത് തിരിച്ച് സ്വന്തം ഗ്രൂപ്പിന്റെ കൂടെ പോയതിനു ശേഷം ബസർ അമർത്തി ആർപ്പോ പറയാനായിട്ട് ആരും മറക്കണ്ട. കാരണം ചിലര് ബസർ അമർത്തുന്നു, ആർപ്പോ പറയുന്നില്ല. രണ്ടും ഒരുമിച്ചായിക്കോട്ടെ. ഇത്തവണ നിർണായകമായ പോയിന്റ് ലഭിക്കാനുള്ള ലാസ്റ്റ് മത്സരത്തിലേക്ക് നമുക്ക് പോയാലോ? നമ്മളെല്ലാവരും ആകാംക്ഷാഭരിതരായി കാത്തിരിക്കേണ്ട ഒരു റൗണ്ടാണ് ഇനി നടക്കാൻ പോകുന്നത്. സച്ചിൻ സിക്സർ അടിച്ച ലാഘവത്തോടു കൂടി ഇവിടെ ശില്പ ബാല തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉറി റെഡിയാണ്, നമ്മുടെ ടീം മെമ്പേഴ്സ് ഒക്കെ റെഡിയാണ്, നമ്മുടെ വടി പിടിച്ചിവിടെ നിൽപ്പുണ്ട്. സോ നമുക്കിനി കണ്ണ് കെട്ടിയിട്ട് ഇവരെ ഫ്രണ്ടിലേക്ക് ആക്കാം. നമുക്ക് രണ്ടുപേർക്കും ബാക്കിലേക്ക് ഇറങ്ങി. ഓ യെസ്, അതായിരിക്കും സേഫ്. ഇവിടെ ഫ്രണ്ടിലുള്ളവരെല്ലാരും ഹെൽമെറ്റ് വെക്കുക, ഇൻഷുറൻസ് ഇല്ലാത്തവര് ഇൻഷുറൻസ് എടുക്കുക. ഓൾറെഡി ഓക്കെ, 3, 2, 1 ഗോ. റൊമാൻറ്റിക് സ്വന്തമാക്കുന്നു 10 പോയിന്റ്. ഈ ഓണം ഫ്രേഗ്രൻസ് കൂടാതെ we have 3 titles: Spirited Fragrance, Smashing Fragrance and Dapper Fragrance. ഏതാണ് ഇത്തവണത്തെ ഓണം ഫ്രേഗ്രൻസ് എന്ന് കണ്ടെത്താനായിട്ടായിരുന്നു ഈ ഒരു 3 റൗണ്ട് ഗെയിം നമ്മൾ ഇവിടെ വെച്ചത്. ആ ഒരു സ്പിരിറ്റ് ഒട്ടും തന്നെ ചോർന്നു പോവാതെ ഓരോരോ റൗണ്ടിലും ആ ഒരു പോരാട്ട വീര്യത്തോടു കൂടിയൊക്കെ ഏറ്റുമുട്ടിയ ടീം തന്നെയായിരുന്നു ടീം റൊമാൻറ്റിക്. ആൻഡ് ദ ഓണം ഫ്രേഗ്രൻസ് ഈസ് റൊമാൻറ്റിക്. So this is On Chandra presents Onam Face Off Winding Up. Happy Onam! ഒരു എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി. സച്ച് എ ഡേ. എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയധികം അടിപൊളി ഒരു ദിവസമായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, ഇഷ്ടംപോലെ ഈവൻറ്റ്സ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ടായിരുന്നു. എനിക്ക് ഹാമ്പറൊക്കെ ലാസ്റ്റ് കിട്ടി കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് കരിക്ക് ഫ്യൂസിനോടാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ത്രൂ ഔട്ട് ഷൂട്ടിൻ്റെ ഇടയിൽ നമ്മൾ ഒട്ടും ടയേർഡ് ആക്കാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ്മെൻറ്റ്സ് ഒക്കെ തന്ന് നമ്മളെ നല്ലപോലെ എന്താ പറയുക, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ ഒരു വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിന് വന്നതിൻ്റെ ആ ഒരു ക്ഷീണമോ ഒന്നുമില്ല. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഓൺ ഷാൻഡർ ഓൾസോ. ഇതെൻ്റെ സെക്കൻഡ് പ്രോഗ്രാമാണ് ഓൺ ഷാൻഡറിൻ്റെ. സോ ഇനിയും ഇതുപോലത്തെ നല്ല അടിപൊളി ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്.